ഒരു കാലത്ത് ഇതൊരു ടാബു സബ്ജക്റ്റ് തന്നെയായിരുന്നു. ഒരു 10-30 വർഷം മുമ്പ് ഒരു ടാബു സബ്ജക്റ്റ് ആയിരുന്നു, മറച്ചു വെച്ച് സംസാരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ അതൊരു ടാബു അല്ല, ഇത് ആൾക്കാർ തുറന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് എടുത്താലും വളരെ കുറവാണ്. ഇപ്പോഴും പല വീടുകളിലും അത് തുറന്ന് സംസാരിക്കാനുള്ളൊരു മടിയാണ്. ഇതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. എന്തുകൊണ്ടാണ് ആൾക്കാർ ഇപ്പോഴും തുറന്ന് പറയാൻ മടിക്കുന്നത്? അതെ, അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോഴും അത് വെരി മച്ച് ടാബു തന്നെയാണ്. അതും വീട്ടിലെ മെയിൽസ്, നമ്മുടെ എത്ര ഫാദേഴ്സ് ഉണ്ടാവും, കുട്ടികൾ അവരെ സമീപിക്കുകയാണെങ്കിൽ അവർ പറയും, അയ്യോ ഇത് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു നോർമൽ സാനിറ്ററി പാഡ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അപ്പന്മാർക്ക് അറിഞ്ഞുകൂടാ, അച്ഛന്മാർക്ക് അത് എവിടെയാണെന്ന് അറിയത്തില്ല, അതൊക്കെ അമ്മയുടെ കാര്യമാണ്. സോ ആ ഒരു ആറ്റിറ്റ്യൂഡെ നമ്മൾ മാറ്റിയെടുക്കണം. ബോത്ത് ദ ഫാദർ ആൻഡ് ദ മദർ ഷുഡ് ബി ഈക്വലി റെസ്പോൺസിബിൾ. എന്നാലേ ആ കുട്ടിക്കൊരു ഫ്രീഡം ഉണ്ടാവുള്ളൂ. ഇപ്പം മദർ ഇല്ല, ഫാദർ മാത്രമേ ഉള്ളൂ വീട്ടിൽ, പെട്ടെന്ന് പീരിയഡ്സ് ആയി, അപ്പോൾ ആരാണ് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ തന്നെ ഫാദറിനോടാണല്ലോ ചോദിക്കാൻ പറ്റുക. അപ്പോൾ ആ ഒരു ഹെസിറ്റേഷനും ഷൈനസ്സും ഒക്കെ വരാൻ പാടില്ല. അപ്പോൾ ഫാദറിനെ നമ്മൾ അപ്രോച്ച് ചെയ്ത് ഫാദറിനോടും നമുക്ക് ഹെൽപ്പ് ചോദിക്കേണ്ട രീതിയിൽ നമ്മൾ അവരെ കൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അപ്പം മിക്ക ഫാദേഴ്സും അത് ചെയ്യാൻ റെഡി അല്ല. പക്ഷെ നമ്മളത് പതിയെ അത് മാറ്റിയെടുക്കേ രക്ഷയുള്ളൂ. അതിങ്ങനെ നമ്മുടെ സോഷ്യൽ അവയർനെസ് മെസ്സേജസിൽ കൂടെ പല ആണുങ്ങൾക്കും കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇനിയും ഒത്തിരി അങ്ങോട്ട് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ, പലർക്കും അത് ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് തന്നെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരുന്നത് തന്നെ അമ്മയെ കൂട്ടിക്കൊണ്ട് പൊക്കോളൂ എന്നേ പറയത്തുള്ളൂ. അധികം പേര് അങ്ങനെ വരാറില്ല.